കെ എം ഷാജി യൂത്ത് ലീഗിൻ്റെ നേതാവായിരുന്നു. അഴീക്കോട് നിന്ന് 2 പ്രാവശ്യം MLA ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് മതേതര ഫേസും ഫാൻസും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കക്ഷിയാണ്. വടകര താലൂക്കിലെ ഈഴവന്മാർ മുഴുവൻ CPM-ന്റെ കൂലിത്തല്ലുകാരാണ്, ചാവേറുകളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തകർക്കിടയിലും ജാതീയത കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ് കെ എം ഷാജി എന്ന് പറയേണ്ടി വരുമ്പോൾ കെ എം ഷാജിയുടെ മതേതര നിലപാടുകളാണോ വർഗീയ നിലപാടുകളാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ചു പോകും. അങ്ങനെ നികേഷ് കുമാറിനെ കിണറിലിറക്കിയ വീഡിയോ എടുത്ത് പരസ്യപ്പെടുത്തിയതിന് ശേഷം പുള്ളി അവിടെ പോയിട്ട് വീണ്ടും വേറൊരു വീഡിയോ ഇറക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു മാനസിക പുളകം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു രോമാഞ്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കെ എം ഷാജിക്ക് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിപ്പോയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊന്നും ഒരിടത്തും നടത്തത്തില്ല. കാരണം ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് UDF സംവിധാനങ്ങളെ മുസ്ലിം ന്യൂനപക്ഷ സമുദായം ഹൈജാക്ക് ചെയ്തു എന്ന ഒരു വ്യാപകമായ ഒരു ആരോപണം ഉയർന്നു വരികയാണ്. നമസ്കാരം. കെ എം ഷാജിയുടെ പ്രസംഗങ്ങൾ വർഗീയ വിഷം തുപ്പുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കെ എം ഷാജി യൂത്ത് ലീഗിന്റെ നേതാവായിരുന്നു. അഴീക്കോട് നിന്ന് 2 പ്രാവശ്യം MLA ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഒരുപാട് മതേതര ഫേസും ഫാൻസും ഒക്കെ ആയിട്ട് നടക്കുന്ന ഒരു കക്ഷിയാണ്. പക്ഷെ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി തന്നെ നിയമസഭയിൽ ഒരു പ്രസ്താവനയിൽ പറയുകയുണ്ടായി, മതമല്ല എന്ന് പറയുകയും എന്നാൽ മതമാണ് എന്നൊക്കെ പറഞ്ഞ പ്രസംഗങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. ആശ്ചര്യം തോന്നിയ ഒരു പ്രസംഗം കഴിഞ്ഞ ദിവസം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അതായത് വടകര താലൂക്കിലെ വളരെ ഗംഭീരമായിട്ടാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്, വളരെ ആവേശഭരിതരായിട്ടാണ് പ്രസംഗിക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വടകര താലൂക്കിലെ ഈ താലൂക്ക് എന്നൊക്കെയുള്ള പ്രസംഗ ഭാഷ നമ്മൾ കേട്ടിട്ടുള്ളത് പണ്ട് ദിവാൻ ഭരണത്തിൻ്റെ സമയത്താണ്. ഇന്ന താലൂക്കിലെ ഇന്ന വില്ലേജിലെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇദ്ദേഹം പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, വടകര താലൂക്കിലെ ഈഴവന്മാർ മുഴുവൻ CPM-ന്റെ കൂലിത്തല്ലുകാരാണ്, ചാവേറുകളാണ് എന്നൊക്കെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. ആ പ്രസംഗം വേണമെങ്കിൽ നമുക്കൊന്ന് കേൾക്കാം. വടകര താലൂക്കിൽ കണ്ണൂരിൽ ഈ മലബാറിലെ ഈഴവന്മാർ CPM-ന്റെ ചാവേറുകളാണ്, തല്ലുതൊഴിലാളികളാണ്. മതമല്ല വ്രതം എന്നാ കേട്ടോ, ഞങ്ങൾക്ക് മതമാണ് പ്രശ്നം. അപ്പൊ ഈ 2 പ്രസംഗങ്ങൾ നമ്മളിപ്പോ കേട്ടു. മതമാണ് എന്ന് പറയുന്നത് കേട്ടു. അതൊരു പ്രാസം ഒപ്പിച്ച് പറയുമ്പോൾ നല്ല രസമുണ്ടല്ലോ. മതമാണ് എന്ന് പറഞ്ഞു പോകുമ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ വടകരയിലെ ഈഴവന്മാരെല്ലാവരും CPM-ന്റെ ചാവേറുകളാണ് എന്ന് പറയുന്നു. ഈഴവർ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് CPM എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും യാതൊരുവിധ എതിരഭിപ്രായങ്ങളും ഇല്ല എന്നുള്ളൊരു സത്യമാണ്. പക്ഷേ ഒരു പാർട്ടി പ്രവർത്തകർക്കിടയിലും ജാതീയത കാണാൻ വേണ്ടിയിട്ട് ശ്രമിച്ച ആളാണ് കെ എം ഷാജി എന്ന് പറയേണ്ടി വരുമ്പോൾ കെ എം ഷാജിയുടെ മതേതര നിലപാടുകളാണോ വർഗീയ നിലപാടുകളാണോ എന്ന് കേരളത്തിലെ പൊതുസമൂഹം സ്വാഭാവികമായിട്ടും ഒന്ന് ആലോചിച്ചു പോകും. കാരണം ഇദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ചാനൽ മുറികളിൽ ഇരുന്ന് സംസാരിക്കാതെ നിങ്ങൾ പൊതുസ്ഥലത്തേക്ക് വരും. നമ്മൾ തയ്യാറാണ് പൊതുസ്ഥലത്തേക്ക് വരാനായിട്ട്. ഷാജി ഈ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി ഏത് പൊതുസ്ഥലത്ത് വന്നതെന്ന് വേണമെങ്കിലും സംവദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പോകാൻ വേണ്ടി സാധിക്കും. കാരണം ഷാജി പറഞ്ഞിരിക്കുന്നത് കൃത്യമായിട്ട് ഒരു സമുദായത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ആ സമുദായത്തെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈഴവ സമൂഹത്തെ മൊത്തം CPM-ന്റെ ചാവേറുകളായിട്ട് ചിത്രീകരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ള രീതിയല്ല. കാരണം വടകരയിലൊക്കെ പ്രവർത്തിക്കുന്ന ഈഴവർ മാത്രമല്ല CPM-നകത്തുള്ളൂ, ഒരുപാട് ആളുകളുണ്ട്. ഈഴവർ കോൺഗ്രസിനകത്തുണ്ട്. പക്ഷേ ഈഴവർ ഏത് പാർട്ടിയിൽ നിന്നാലും ആ പാർട്ടിയോട് 100% ആത്മാർത്ഥത കാണിക്കും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതിപ്പോൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ മുസ്ലിം ലീഗിനോട് ആത്മാർത്ഥത കാണിക്കാറില്ലേ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ ഈഴവർ CPM-നകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, CPI-ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, കോൺഗ്രസിനകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, RSP-ക്കകത്ത് പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ പാർട്ടികളിലും ഉണ്ടെന്നേ. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വടകര താലൂക്കിലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ വന്നു നിന്നിട്ട് വർഗീയ പ്രസംഗം മാതിരി തോന്നിക്കത്തക്ക രീതിയിൽ ഒരു ജാതി അത് CPM-ന്റെ മാത്രമാണ് എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ അത് കേരളത്തിലെ പൊതുസമൂഹം അഡ്രസ്സ് ചെയ്തു പോകേണ്ട ഒരു വിഷയമാണ്, അല്ലെങ്കിൽ ചർച്ച ചെയ്തു പോകേണ്ട ഒരു വിഷയം തന്നെയാണ്. കാരണം ഒരു രാഷ്ട്രീയ നേതാവും ഇതുപോലെ വർഗീയത പറയാൻ പാടില്ല എന്നുള്ളതാണ്. ഈ മുസ്ലിം ലീഗ് ഒരു മതേതര പാർട്ടിയല്ല, സാമുദായിക പാർട്ടിയാണ് എന്ന് പറഞ്ഞാലും ഈ കെ എം ഷാജി തന്നെയാണ്. അതേസമയം PK കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ വളരെ കുറച്ചുകൂടി ഒന്ന് മൃദുലപ്പെടുത്തിയിട്ടാണ് ഇന്നലെ നിയമസഭയിൽ സംസാരിച്ചത്. മൃദുലപ്പെടുത്തി അദ്ദേഹം സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, അതൊരു ഒഴുക്കിനിങ്ങനെ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു പോയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഒരു ചെറിയ ചിരിക്കുമ്പോൾ അതിലെല്ലാം വ്യക്തമാണ്. അപ്പോൾ 2 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, കുറെ വാളി ഫാൻസുകാരുടെ നേതാവാണ് ഈ പറയുന്ന കെ എം ഷാജി എന്ന് പറയുന്നത്. അതുകൂടാണ്ട് തന്നെ കെ എം ഷാജിക്ക് മുസ്ലിം ലീഗും അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിലെ മുതിർന്ന നേതാക്കന്മാരും വലിയ വിലയൊന്നും കൽപ്പിക്കുന്നില്ല. ഏതെങ്കിലും ഒരു തന്നെ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കിടന്ന് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആളുകളെ വികാരം കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പ്രസംഗിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ദർ ഇസ് നോ വാല്യൂ.
അയാൾക്കൊരു വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് അതിനർത്ഥം. കാരണം 2 പ്രാവശ്യം നിയമസഭയിൽ എത്തിയ ആളാണ് ഈ KM ഷാജി എന്ന് പറയുന്നത്. നിയമസഭയ്ക്കകത്ത് ഒരുപാട് നല്ല പ്രസംഗങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ KM ഷാജി എന്ന് പറയുന്നത്. അതിനകത്തൊന്നും നമുക്ക് തർക്കമില്ല. ഒരുപാട് വിഷയങ്ങളിൽ അദ്ദേഹം കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്, അതിനകത്തും തർക്കമില്ല. കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു MP നികേഷ് കുമാറിനെ കിണറിലിറക്കിയത് താൻ ബുദ്ധിപൂർവ്വം ഇറക്കിയതാണെന്ന്. അങ്ങനെ നികേഷ് കുമാറിനെ കിണറിലിറക്കിയ വീഡിയോ എടുത്ത് പരസ്യപ്പെടുത്തിയതിന് ശേഷം പുള്ളി അവിടെ പോയിട്ട് വീണ്ടും വേറൊരു വീഡിയോ ഇറക്കി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനുണ്ടാകുന്ന ഒരു മാനസിക പുളകം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല, ആ ഒരു രോമാഞ്ചം എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ ഇതൊക്കെയാണോ രാഷ്ട്രീയം എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊന്നും അല്ല പറയേണ്ടത്. കാരണം കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുകയും വീട്ടിലെ കട്ടിനടിയിൽ നിന്ന് 50 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കണ്ടെത്തുകയൊക്കെ ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ 50 ലക്ഷമൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തി അദ്ദേഹത്തിന് അത് കൃത്യമായിട്ട് കണക്ക് കാണിക്കാൻ വേണ്ടി സാധിച്ചു എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിനകത്തൊക്കെ ഒരുപാട് അസ്വാഭാവികതകളുണ്ട്. കാരണം ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരു 50 ലക്ഷം രൂപ ക്യാഷ് കാണിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കണക്ക് കൃത്യമായിട്ട് നൽകാനായിട്ട് അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് 10% 15% കമ്മീഷൻ കൊടുത്തു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു സംവിധാനത്തിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള KM ഷാജിയെ സംബന്ധിച്ചിട്ട് KM ഷാജിക്ക് ഒന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമനില തെറ്റിപ്പോയിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. കാരണം അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രസംഗങ്ങളൊന്നും ഒരിടത്തും നടത്തത്തില്ല. കാരണം ഇലക്ഷനെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് UDF സംവിധാനങ്ങളെ മുസ്ലിം ന്യൂനപക്ഷ സമുദായം ഹൈജാക്ക് ചെയ്തു എന്ന ഒരു വ്യാപകമായ ഒരു ആരോപണം ഉയർന്നു വരികയാണ്. കത്തോലിക്ക സഭ പോലും ഇന്നലെ ശക്തമായ രീതിയിൽ കത്തോലിക്കരോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്താണ്? കത്തോലിക്കർ ഒറ്റക്കെട്ടായി നിൽക്കാത്ത പക്ഷം വലിയ ദുരന്തങ്ങളിലേക്കായിരിക്കും കത്തോലിക്ക സമൂഹം പോവുക എന്നുള്ളൊരു ആഹ്വാനം നടത്തുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല. കാരണം KM ഷാജിയെ പോലെയുള്ള ആളുകൾ അവരുടെ ഒരു ഫാൻ ബേസിന് വേണ്ടിയിട്ട് മതമാണ് തങ്ങളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നു, സമുദായ പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നു, അതിനുശേഷം ഒരു മതേതര മുന്നണിയുടെ ഭാഗമായിട്ട് നിന്ന് മത്സരിക്കുക കൂടി ചെയ്യുമ്പോഴത്തേക്ക് എന്ത് ന്യായീകരണമായിരിക്കും UDF നേതാക്കന്മാർ ഇവിടുത്തെ മതേതര സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് പോകുന്നത്? ഒന്നും പറയാൻ സാധിക്കത്തില്ലല്ലോ. ഒന്നെങ്കിൽ KM ഷാജിയെ നിലക്കി നിർത്താൻ വേണ്ടിയിട്ട് ഈ പറഞ്ഞ UDF നേതൃത്വം തയ്യാറാവണം. അതല്ല എങ്കിൽ KM ഷാജിയെ UDF വേദികളിലും പ്രത്യേകിച്ച് മുസ്ലിം ലീഗിൻ്റെ പൊതുവേദികളിലും എങ്കിലും കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ല KM ഷാജി പറഞ്ഞിരിക്കുന്നത്, വളരെ വലിയൊരു വർഗീയ ചിന്തയാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു സാമുദായിക പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ എന്നെങ്കിലും ഒരു സാമാന്യ ബോധമെങ്കിലും ആർക്കുണ്ടാവണം? KM ഷാജിക്ക് ഉണ്ടാവണം. അതില്ലാത്ത രീതിയിലുള്ളൊരു പ്രസംഗമാണ് നടത്തിയിരിക്കുന്നത്. കാരണം വടകരയിലുള്ള ഈഴവന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ സ്ട്രോങ് ആണ്. സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ CPM-നകത്താണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സ്വന്തം സഹോദരനാണ് CPM-നെതിരെ വരുന്നതെങ്കിൽ ആ സഹോദരനെതിരെ പോലും നെഞ്ചുവിരിച്ച് നിൽക്കാൻ മടി കാണിക്കാത്ത ആളുകളാണ് വടകരയിലെ ഈഴവരായിട്ടുള്ള ഈ പറഞ്ഞ CPM-കാരെന്ന് പറഞ്ഞത്. അതായത് KM ഷാജി പറഞ്ഞ ആളുകൾ. അതോടൊപ്പം തന്നെ അവർ കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ്. അപ്പോൾ അവർ കാണിക്കുന്ന ആത്മാർത്ഥതയൊക്കെ വേറൊരു രീതിയിൽ അവരെയൊക്കെ കൂലിത്തല്ലുകാരാക്കി മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയായിട്ടുള്ളൊരു രീതിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ ഇപ്പോൾ ആരെങ്കിലും വന്നിട്ട് പ്രസംഗിക്കുകയാണ് കാരണം മുസ്ലിം ലീഗുകാരെല്ലാം കോൺഗ്രസിൻ്റെ കൂലിത്തല്ലുകാരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥമുണ്ടോ? അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ചാവേറുകളാണ് എന്ന് പറഞ്ഞാൽ അതിന് അർത്ഥമുണ്ടോ? കാരണം ഒരുപക്ഷെ അവർക്കിതൊക്കെ ഒരു സന്തോഷമായിരിക്കും. ചാവേർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ, കൂലിത്തല്ലെന്ന് പറഞ്ഞാൽ അവർക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അറിയാൻ പാടില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ദർ ഇസ് നോ ഇഷ്യൂ, അവർക്ക് പ്രശ്നങ്ങളുണ്ടാവില്ല. പക്ഷെ അതല്ലാത്ത പക്ഷം KM ഷാജി പറഞ്ഞിരിക്കുന്നത് പക്കാ വർഗീയതയാണ്. അതിനെ കൃത്യമായിട്ട് UDF നേതൃത്വം നിയന്ത്രിക്കേണ്ടതാണ്. അതല്ലെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രഹരമായിരിക്കും UDF സംവിധാനത്തിന് ഉണ്ടാവുക എന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. പ്രത്യേകിച്ച് UDF-നെ മുസ്ലിം ന്യൂനപക്ഷം ഹൈജാക്ക് ചെയ്തു എന്ന രീതിയിലുള്ള വാർത്തകൾ വായുവിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇതെന്നുള്ള യാഥാർത്ഥ്യം UDF നേതാക്കന്മാർ ഉൾക്കൊള്ളുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രമേ പറയാനുള്ളൂ.